ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പവിത്രം പ്രൊമോ ഒരു രക്ഷയിലാട്ടോ. കരഞ്ഞു പോകുകയും നമ്മുടെ വിക്രത്തിനെയും വേദേനെയും അനിയൻകുട്ടനെയും ഒരു മലമുകളിൽ കയറ്റി ഒരു മരത്തിൽ കെട്ടിയിട്ടടിക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ ശ്രീകാന്ത് ഒരു കുന്ന്, എന്താ പറയാ, ബ്ലാങ്ക് പേപ്പേഴ്സിൽ നമ്മുടെ വേദയുടെ അടുത്ത് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ വേദ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചത്താലും സൈൻ ചെയ്യില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രത്തിനെ അവര് കുറെ അടിയടിക്കുവാട്ടെ. വിക്രത്തിനെ മാത്രമല്ല, നമ്മുടെ അനിയൻകുട്ടനെയും കുറെ അടിയടിക്കുന്നുണ്ട്. അപ്പൊ അവരടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ സൈൻ ചെയ്യാം, എവിടെ വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് അപേക്ഷിച്ച് പറയുന്നുണ്ട്. ആ കൃത്യസമയത്ത് നമ്മുടെ സേതു രക്ഷകനെ പോലെ അവിടെ എത്തുകയാണ്. സേതു അപ്പോൾ കുറച്ച് ആയുധങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ സേതു വന്നിട്ട് ബാക്കി ഗുണ്ടകളെയൊക്കെ അടിച്ചിടുന്നുണ്ട്, ഇവരുടെ കെട്ടൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിക്രവും ഈ ഗുണ്ടകളെയൊക്കെ അടിച്ചിടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും ഒരുവിധം നിരപ്പാക്കി വരുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മുടെ വിക്രം കാല് തെറ്റി കൊക്കയിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിന്റെ അമ്മായച്ചനുണ്ടല്ലോ, അയാൾ നമ്മുടെ അനിയൻകുട്ടനെ വെട്ടിവെച്ച് കൊല്ലുന്നുണ്ടേ. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രം ഞെട്ടി എങ്ങനെയൊക്കെയോ ആ കൊക്കയിൽ നിന്ന് വീഴാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് കയറി പൊക്കത്തേക്ക് വരികയാണ് അനിയൻകുട്ടനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പത്തേക്കും നമ്മുടെ ആ അമ്മായച്ചൻ, നമ്മുടെ ശ്രീകാന്തിന്റെ അമ്മായച്ചൻ നമ്മുടെ വിക്രത്തിന് നേരെയും തോക്ക് ചൂണ്ടി നിൽക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു രംഗങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ വേദ തലകറങ്ങി വീഴുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു പ്രൊമോ തന്നെ കേട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.